തവനൂർ ജയിലിലേക്ക് പോകുമ്പോഴും പി.വി. അൻവർ ഉയർത്തിയത് പിണറായി വിരുദ്ധ രാഷ്ട്രീയം. മുഖ്യമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തന്റെ അറസ്റ്റെന്നും RSS ആഗ്രഹിക്കുന്നതെന്താണോ അത് നടത്തിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും പി.വി. അൻവർ പറഞ്ഞുവെച്ചു. മുസ്ലിം ലീഗിനെ തന്നിലേക്ക് അടുപ്പിക്കുകയെന്നതാണ് ഈ പ്രസ്താവനയുടെ ലക്ഷ്യം. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസും UDFും ഉയർത്തുന്ന അതേ രാഷ്ട്രീയ ലൈനാണ് അൻവർ ചർച്ചയാക്കിയത്. എന്നിട്ടും പ്രസ്താവനയിലൂടെ പോലും അൻവറിന്റെ അറസ്റ്റിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിച്ചില്ലെന്നത് നിർണായകമാണ്. ഫോറസ്റ്റ് സ്റ്റേഷൻ അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് പി.വി. അൻവറിന്റെ പ്രതികരണം ഉണ്ടായത്. രാവിലെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്ന് പി.വി. അൻവർ പറഞ്ഞു. രാത്രിയിൽ മജിസ്ട്രേറ്റിനു മുന്നിൽ ജാമ്യ ഹർജി നൽകിയില്ല. ജയിലിലാകാൻ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ഇത്. അഴിക്കുള്ളിൽ ഒരു ദിവസം കിടന്നതിൻ്റെ രാഷ്ട്രീയ ആനുകൂല്യം തനിക്ക് കിട്ടുമെന്നാണ് അൻവറിൻ്റെ വിലയിരുത്തൽ. 2 മാസം താൻ ജയിലിൽ കിടന്നാലെങ്കിലും വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുമോയെന്നും അങ്ങനെയെങ്കിലും മലയോര മേഖലയിലെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെയെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതായത് മലയോര ജനത്തിൻ്റെ പ്രതീക്ഷയായി മാറുകയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. പണം ഞങ്ങൾ തരും. വീരപ്പനെയും ദാവൂദ് ഇബ്രാഹിമിനെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. പിണറായി വിജയനെതിരെ സംസാരിക്കുന്നവർക്കുള്ള ഭീഷണിയാണിത്. ഒരു നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ താൻ നേരിട്ട് പോയി അറസ്റ്റ് വരിച്ചേനെ. എന്നാൽ എത്ര വലിയ പോലീസ് സന്നാഹമാണ് വന്നത്? എന്തിനാണ് പാതിരാത്രിയിൽ ഇത്രയും വലിയ ഭീകരത? എന്ത് കൊലക്കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അതിനെതിരെയാണ് താൻ ചോദ്യം ചെയ്തത്. ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് കഴിഞ്ഞ 3.5 കൊല്ലമായി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടാണിത്, അൻവർ പറഞ്ഞു. ഉന്നത ഗൂഢാലോചനയുടെ ഫലമാണ് അറസ്റ്റ് എന്നത് ഉറപ്പാണ്. കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിലും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളെ ജയിലിലാക്കുന്നു. എന്നെ ജയിലിലാക്കിയത് എൻ്റെ പേര് പി.വി. അൻവർ എന്നായതുകൊണ്ടാണ്. ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്നും പി.വി. അൻവർ ആരോപിച്ചു. RSSന് വേണ്ടിയാണ് ഇതെല്ലാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ന്യൂനപക്ഷ രാഷ്ട്രീയം പിണറായിക്ക് എതിരാക്കാനാണ് അൻവറിൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ CPM പ്രതികരിക്കൂ. പോലീസിൻ്റെ ജോലി ചെയ്തുവെന്ന് വിശദീകരിക്കും. അതിന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമൊന്നും തൽക്കാലം CPM പറയില്ല. കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് MLAയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറി നാശനഷ്ടങ്ങളുണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് നടപടി. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ തകർത്ത സംഭവത്തിൽ റിമാൻഡിലായ അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ഇന്ന് അൻവർ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് വിവരം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കാനാണ് സാധ്യത. അൻവറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമിക്കുമോ എന്നതും നിർണായകമാണ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റ് 4 പേരെയും അൻവറിനൊപ്പം ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ അൻവർ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പി.വി. അൻവറാണ് കേസിലെ 1-ാം പ്രതി. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. നിലമ്പൂർ പോലീസാണ് കേസെടുത്തത്. ഒതായിയിലെ വീട്ടിലെത്തിയാണ് പോലീസ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.